ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷാണ് കേട്ടോ. അതിൽ ബീയിങ് ഹെൽത്തി എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ പാർട്ട് 2. ഓക്കെ. ഇഫ് യു ആർ ഹെൽത്തി യു വിൽ ബി ഹാപ്പി. നിങ്ങൾ ഹെൽത്തി ആയിരിക്കുമ്പോൾ എന്താണ്, നിങ്ങൾ സന്തോഷവാനായി കാണപ്പെടുന്നു അല്ലേ? വാട്ട് ഡു യു ഡു ടു സ്റ്റേ ഹെൽത്തി? അപ്പോൾ നിങ്ങൾക്ക് ഹെൽത്തി ആയിരിക്കാൻ, ആരോഗ്യമുള്ള ആളായിരിക്കാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതുണ്ട്? എന്തൊക്കെയാണ് ചെയ്യണം? നമ്മൾ വൃത്തിയിൽ നടക്കണം, നല്ല ഫുഡ് കഴിക്കണം, പിന്നെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞേ. നൗ ലെറ്റ്സ് റീഡ് എ പോയം അബൌട്ട് ബീയിങ് ഹെൽത്തി ആൻഡ് ക്ലീൻ. അപ്പോൾ എന്താണ്, നമുക്കൊരു പോയം വായിക്കാം അല്ലേ? പോം വായിക്കുന്നത് എന്താണ്, നല്ല ഹെൽത്തി ആയിട്ടും ക്ലീൻ ആയി നിൽക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് എന്നതിനെ കുറിച്ചിട്ടൊരു പോയാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. ബീയിങ് ഹെൽത്തി ആയിരിക്കുക അല്ലേ? മോം സേസ് ഐ ഹാവ് ടു ബ്രഷ് മൈ ടീത്ത് ഇൻ ദ മോർണിംഗ് ആൻഡ് നൈറ്റ്. അമ്മ പറയുന്നത് എന്താണ്, മോർണിംഗിലും നൈറ്റിലും എന്താണ്, ഞാൻ പല്ല് തേക്കേണ്ടതുണ്ട് എന്നാണ് അമ്മ പറയുന്നത് അല്ലേ? ദ ലുക്ക് ആൻഡ് ടേസ്റ്റ് മച്ച് ബെറ്റർ ബട്ട് ഐ ഹേറ്റ് ഇറ്റ് വെൻ ഷീ ഈസ് റൈറ്റ് അല്ലേ? അപ്പോൾ എന്താണ് അമ്മ പറയുന്നത്, രാവിലെ രാത്രി എന്താണ് ബ്രഷ് ചെയ്യേണ്ടതുണ്ട് അല്ലേ? അപ്പോൾ എന്താണ്, അപ്പോൾ കാണാനും നല്ല രസം ഉണ്ടാവും, പിന്നെന്താണ് നല്ല ടേസ്റ്റും ഉണ്ടാവും എന്നാണ് അമ്മ പറഞ്ഞത് അല്ലേ? ബട്ട് ഐ ഹേറ്റ് ഇറ്റ് വെൻ ഷീ ഈസ് റൈറ്റ്. അമ്മ പറഞ്ഞത് ശരിയാണ്, പക്ഷെ എനിക്ക് എന്താണ് ഇഷ്ടമല്ല. ഓക്കെ. ഡാഡ് സേസ് ഐ ഹാവ് ടു ടേക്ക് എ ബാത്ത് ആൻഡ് വാഷ് മൈ ബോഡി വെൽ. ഡാഡി പറയുന്നത് എന്താണ്, ഞാൻ കുളിക്കേണ്ടതുണ്ട് എന്നല്ലേ? ബോഡിയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് കുളിക്കേണ്ടതുണ്ടെന്ന് ഡാഡി പറയുന്നു അല്ലേ? ഐ ഡു ഫീൽ നൈസ് ആൻഡ് ക്ലീൻ ആൻഡ് ഫ്രഷ്. എന്താണ്, അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നില്ലേ, നൈസായിട്ടും വൃത്തിയായിട്ടും ഒരു ഫ്രഷ് ആയിട്ടൊക്കെ എന്താണ് എനിക്ക് ഫീൽ ചെയ്യുന്നു അല്ലേ? ബട്ട് നൗ ഹീ ഈസ് റൈറ്റ് ആസ് വെൽ. പക്ഷെ അദ്ദേഹം പറഞ്ഞത് എന്താണ്, ശരിയാണ് അല്ലേ? My brother says I have to wash my hands to keep them clean. എന്താണ്, എൻ്റെ ബ്രദർ പറഞ്ഞ എന്താണ്, ഞാൻ എൻ്റെ കൈ എന്താണ് വൃത്തിയിൽ കഴുകേണ്ടതുണ്ടെന്ന് എൻ്റെ ബ്രദർ പറഞ്ഞു അല്ലേ? ഹീസ് റൈറ്റ്. അവൻ പറഞ്ഞത് ശരിയാണ് അല്ലേ? മൈ ഫിംഗേഴ്സ് ഫീൽ സോ ഗുഡ് വിത്തൗട്ട് ഡേർട്ട് ഇൻ ബിറ്റ്വീൻ അല്ലേ? എൻ്റെ കയ്യിൽ ചളിയും ഇതൊന്നും ഇല്ലാതാക്കുമ്പോൾ എൻ്റെ ഫിംഗറൊക്കെ എന്താണ് നല്ല വൃത്തിയായി കാണപ്പെടും അല്ലേ? നല്ലതായി കാണപ്പെടും, എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? മൈ സിസ്റ്റർ സേസ് ഐ ഹാവ് ടു ഈറ്റ് സം വെജിറ്റബിൾസ് ഈച്ച് ഡേ. എൻ്റെ സിസ്റ്റർ പറയുന്നത് എന്താണ്, എല്ലാ ദിവസവും എന്താണ് കുറച്ച് വെജിറ്റബിൾസ് കഴിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ സിസ്റ്റർ പറയുന്നത് അല്ലേ? ഷീസ് റൈറ്റ്. അവൾ പറഞ്ഞത് ശരിയാണ് അല്ലേ? ഐ ഹാവ് മോർ എനർജി ടു റൺ ആൻഡ് വാക്ക് ആൻഡ് പ്ലേ അല്ലേ? എനിക്ക് എന്താണ് കളിക്കാനും നടക്കാനും ഓടാനുള്ള എനർജി എന്താണ് എനിക്ക് കൂടുതൽ കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ. അതാരാണ്, ഗിലിയൻ ഗ്രേഗാണ് ഇത് എഴുതിയിരിക്കുന്നത് പോം കേട്ടോ. ഓക്കെ. ഇനി ഇവിടെ നോക്കിയേ, ലെറ്റ്സ് എക്സ്പ്ലോർ ദ പോയം. ഈ പോയത്തിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞു. വാട്ട് ഹെൽത്തി ഹാബിറ്റ്സ് ഡസ് ഈച്ച് ഫാമിലി മെമ്പേഴ്സ് ഇൻ ദ പോയം സജസ്റ്റ്? എന്തൊക്കെ ഹെൽത്തി ഹാബിറ്റാണ് ഓരോ ഫാമിലി മെമ്പറും പറഞ്ഞത്? അമ്മ എന്താ പറഞ്ഞത് നോക്കിയേ, മോം എന്താ പറഞ്ഞത്? മോം സേസ് എന്താണ്, ബ്രഷ് ടീത്ത് അല്ലേ, ഇൻ ദ മോർണിംഗ് ആൻഡ് നൈറ്റ് അല്ലേ? അപ്പോൾ അതാണ് എന്ത് അമ്മ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഇനി എന്താ അടുത്തത്, ഡാഡും ബ്രദറും സിസ്റ്ററും ആണ് അല്ലേ വയസ്സ്? അപ്പോൾ ഡാഡ് എന്താ പറഞ്ഞത്, ടേക്ക് എ ബാത്ത് അല്ലേ, വാഷ് ഹിസ് ബോഡി വെൽ അല്ലേ? അപ്പോൾ എന്താണ്, ഫീൽ നൈസ് ആൻഡ് ക്ലീൻ ആയി ഫ്രഷ് ആയിട്ടും കാണപ്പെടും. ബ്രദർ പറഞ്ഞത് എന്താണ്, വാഷ് യുവർ ഹാൻഡ് അല്ലേ? പിന്നെ സിസ്റ്റർ എന്താ പറയുക, ഈറ്റ് സം വെജിറ്റബിൾസ് ഈച്ച് ഡേ അല്ലേ? ഇതാണ് എന്ത് ഓരോരുത്തരും പറഞ്ഞിരിക്കുന്നത് അല്ലേ? മോം എന്താ പറഞ്ഞത്, വി ഹാവ് ടു ബ്രഷ് അവർ ടീത്ത് ഇൻ മോർണിംഗ് ആൻഡ് ഈവനിങ്. ഡാഡി പറഞ്ഞത് വി ഹാവ് ടു ടേക്ക് എ ബാത്ത് ഡെയിലി ആൻഡ് വാഷ് യുവർ ബോഡി വെൽ. ബ്രദർ വി ഹാവ് ടു വാഷ് യുവർ ഹാൻഡ്സ് ടു കീപ് ദം ക്ലീൻ. സിസ്റ്റർ എന്താ പറഞ്ഞത്, വി ഹാവ് ടു ഈറ്റ് സം വെജിറ്റബിൾസ് എവറി ഡേ, ഇറ്റ് ഗീവ്സ് യു എനർജി ടു റൺ വാക്ക് ആൻഡ് പ്ലേ. ഓക്കെ. ഇതാണ് ഓരോരുത്തരും പറഞ്ഞത് അല്ലേ? നെക്സ്റ്റ് എന്താണ്, വാട്ട് ആർ ദ ഹെൽത്തി ഹാബിറ്റ്സ് മെൻഷൻ ഇൻ ദ പോയം? ഹെൽത്തി ഹാബിറ്റ്സ് ഈ പോയത്തിൽ മെൻഷൻ ചെയ്യുന്ന ഹെൽത്തി ഹാബിറ്റ്സ് എന്തൊക്കെയാണ്? ബ്രഷ്, ബാത്ത്, വാഷ് യുവർ ഹാൻഡ്, ഈറ്റിംഗ് വെജിറ്റബിൾസ് അല്ലേ? ഇതൊക്കെയല്ലേ ഹെൽത്തി ആയിട്ട് ഹാബിറ്റ് ഈ പോയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ബ്രഷ് യുവർ ടീത്ത് ഇൻ ദ മോർണിംഗ് ആൻഡ് നൈറ്റ്. പിന്നെന്താണ്, ടേക്ക് എ ബാത്ത് ഡെയിലി ആൻഡ് വാഷ് യുവർ ബോഡി വെൽ, വാഷ് യുവർ ഹാൻഡ്സ് ടു കീപ് ദം ക്ലീൻ, ഈറ്റ് സം വെജിറ്റബിൾസ് എവറി ഡേ ടു ഗെറ്റ് മോർ എനർജി. ഇതൊക്കെയാണ് എന്ത് ഇതിൽ ഹെൽത്തി ആയിരിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? നെക്സ്റ്റ് ആക്ടിവിറ്റി 1 ആണ്. റീഡ് ദ ഫോളോയിങ് ലൈൻസ്. മൈ സിസ്റ്റർ സേസ് ഐ ഹാവ് ടു ഈറ്റ് സം വെജിറ്റബിൾസ് ഈച്ച് ഡേ. ഷീ ഈസ് റൈറ്റ്. ഐ ഹാവ് മോർ എനർജി ടു റൺ ആൻഡ് വാക്ക് ആൻഡ് പ്ലേ. നൗ ആഡ് 4 lines in the space given below. ഇനി എന്താണ്, ഇതിപ്പോൾ തന്നിരിക്കുന്ന പോയത്തിലുള്ളതാണ് അല്ലേ? എന്താണ്, കൈ കഴുകണം അല്ല, ഭക്ഷണം എന്താ കുറച്ച് വെജിറ്റബിൾസ് കഴിക്കണം, എന്താണ് മോർ എനർജിയും റണ്ണ് ചെയ്യാനും വാക്ക് ചെയ്യാനും പ്ലേ ചെയ്യാനുള്ള എനർജി നമുക്ക് കിട്ടുന്നു എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെയാണ് 4 lines in the space given below. എന്താണ്, അവിടെ തന്നിരിക്കുന്ന സ്പേസിൽ 4 lines എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ.
ഓക്കെ, അപ്പോൾ 4 ലൈൻസ് അല്ലേ. ആരാ? മൈ ഫ്രണ്ട് സേസ് അല്ലേ, ഫ്രണ്ടാണ് പറയുന്നത് അല്ലേ. ഫ്രണ്ട് പറയുന്നത് എങ്ങനെയാണ്? മൈ ഫ്രണ്ട് സേസ് ഐ ഹാവ് ടു എക്സസൈസ് അല്ലേ, ഐ ഹാവ് ടു ടേക്ക് എക്സസൈസ് എന്ന് എഴുതാം കേട്ടോ. ഐ ഹാവ് ടു ടേക്ക് എക്സസൈസ്, പ്ലേ ഓർ റൺ എവറി ഡേ അല്ലേ. എക്സസൈസ് എടുക്കുക, കളിക്കുക, ഓടുക എന്നും അങ്ങനെ ഓടണം എന്നറിയില്ലേ. ദേ ആർ റൈറ്റ്, അവർ പറയുന്നത് ശരിയാണ് അല്ലേ, അതൊക്കെ ശരിയാണ്. മൈ ബോഡി ഫീൽ സ്ട്രോങ് ആൻഡ് ഹെൽത്തിയർ ദറ്റ് യു ഫ്രഷ് ഫോർ സ്റ്റഡി അല്ലേ. എന്താണ് അപ്പോൾ നമ്മുടെ ബോഡി ഫീൽ സ്ട്രോങ് ആവും, ഹെൽത്തിയർ ആവും അല്ലേ. നമുക്ക് എന്താ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രഷ്നെസ് നമുക്ക് എന്താക്കുന്നത് അവിടെ കിട്ടുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് നോക്കൂ, ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് കളർ ദ ഹെൽത്തി ഫുഡ് ഐറ്റംസ്. ഇവിടെ നല്ലൊരു ചിത്രം ഉണ്ട് അല്ലേ, ആ ചിത്രം നോക്കുക, എന്നിട്ട് എന്താക്കുക, ആ ഹെൽത്തി ഫുഡിനൊക്കെ കളറും കൊടുക്കുക കേട്ടോ. നിങ്ങൾ അറിയാറ് എന്തൊക്കെയാണെന്നുള്ളത്. ദെൻ ലീസ്റ്റ് ദ ഹെൽത്തി ഫുഡ് എന്നാണ് ഹെൽത്തി ഫുഡ് ഇൻ ദ സ്പേസ് ഗിവൺ ബിലോ. ഹെൽത്തി ഫുഡായിട്ടുള്ളതും അൺഹെൽത്തി ഫുഡായിട്ടുള്ളതും താഴെ തന്നിരിക്കുന്ന സ്പേസിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കൂ, ഇതെന്താണ്, അതിന് കളർ കൊടുക്കുക കേട്ടോ, ഓരോന്നിനും കളർ കൊടുക്കുക. ആപ്പിൾ ഇതൊക്കെ ഉണ്ട് അല്ലേ, അതിനൊക്കെ കളർ കൊടുക്കുക. എന്നിട്ട് ഹെൽത്തി ഫുഡും അൺഹെൽത്തി ഫുഡും ഏതൊക്കെയാണെന്നുള്ള തന്നിരിക്കുന്ന സ്പേസിൽ എഴുതുക. എന്തൊക്കെയാണ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്? ആപ്പിൾ, ടെൻസർ കോക്കനട്ട്, ലീഫി വെജിറ്റബിൾ, എഗ്ഗ്, ഫിഷ്, ഫ്രൂട്ട്സ്, മിൽക്ക് പ്രോഡക്റ്റ് ഒക്കെ എന്താണ്? ഹെൽത്തി ഫുഡാണ് അല്ലേ. ഇനി അൺഹെൽത്തി ഫുഡ് ഏതൊക്കെയാണ്? ബർഗർ, പിസ്സ, ജിലേബി, ഐസ്ക്രീം, സോഫ്റ്റ് ഡ്രിങ്ക്, ചോക്ലേറ്റ്, ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ്, ഫ്രൈഡ് ഐറ്റംസ്, അതൊക്കെ എന്താണ്? അൺഹെൽത്തി ഫുഡാണ് അല്ലേ. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ആപ്പിൾ ഉണ്ട്, ഓറഞ്ച്, അങ്ങനത്തെ നമ്മളെന്താണ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ അതൊക്കെ അല്ലേ. ടെൻസർ കോക്കനട്ട്, ലീഫി വെജിറ്റബിൾ, എഗ്ഗ്, ഫിഷ്, ഫ്രൂട്ട്സ്, മിൽക്ക് പ്രോഡക്റ്റ്, ഇതൊക്കെ എന്താണ്? ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് അല്ലേ. അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഏതൊക്കെയാണ്? ബർഗർ, പിസ്സ, പിന്നെന്താണ് ബ്രോസ്റ്റഡ്, ജിലേബി, ഐസ്ക്രീം, സോഫ്റ്റ് ഡ്രിങ്ക്, ചോക്ലേറ്റ്, ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ്, ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ എന്താണ്? അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. ഓക്കെ, നെക്സ്റ്റ് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റി ആണ്. ബ്രിങ് എ വെറൈറ്റി ഓഫ് ഹോംലി ഫുഡ് ഐറ്റംസ് ആൻഡ് കണ്ടക്ട് നാടൻ ഭക്ഷ്യമേള എത്നിക് ഫുഡ് ഫെസ്റ്റ് ഇൻ യുവർ സ്കൂൾ. നിങ്ങൾ എന്താക്കുക, ഒരു ഹോംലി ഫുഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ട് എന്താക്കുക, വെറൈറ്റി ആയിട്ടുള്ള ഹോംലി ഫുഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവരിക. എന്നിട്ട് എന്താക്കുക, ഒരു നാടൻ ഭക്ഷ്യമേള എന്താക്കുക, കണ്ടക്ട് ചെയ്യുക നിങ്ങളെ സ്കൂളിൽ. എന്നിട്ട് എന്താക്കുക, റിസൈപ്പ് പ്രിപ്പയർ ചെയ്യുക ആൻഡ് ഷെയർ വിത്ത് വിസിറ്റേഴ്സ്. എന്നിട്ട് എന്താക്കുക, ഓരോന്ന് സാധനം ഉണ്ടാക്കി കൊണ്ടുവന്ന് ഓരോരുത്തർ എന്താക്കുക, അതിനെ എങ്ങനെ ഉണ്ടാക്കുന്ന എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്താക്കുക, അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. കളക്ട് പിക്ചേഴ്സ് ഓഫ് വേരിയസ് ഫുഡ് ഐറ്റംസ് ആൻഡ് പ്രിപ്പയർ ആൻ ആൽബം. നിങ്ങൾ എന്താക്കുക, അതിൻ്റെ വേരിയസ് ഫുഡ് ഐറ്റംസിൻ്റെ ചിത്രങ്ങളൊക്കെ കളക്ട് ചെയ്യുക, അതുപോലെ ആൽബം പ്രിപ്പയർ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് എന്താണ്? ദ റൺ എവേ പാൻ കേക്ക് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് നോക്കിയേ, ഇവിടെ പാൻ കേക്ക് ഉണ്ടാക്കുകയാണ് അല്ലേ. അപ്പോൾ എവിടെ നമുക്ക് തുടങ്ങാം നോക്കാം, ഇവിടെ തുടങ്ങാം അല്ലേ. ഐ തിങ്ക് എവരി വൺ വിൽ ലവ് ഇറ്റ്. എല്ലാവർക്കും ഇത് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നതാണ് അല്ലേ. ഐ വിൽ ഈറ്റ് ഫസ്റ്റ്, ഞാൻ ഫസ്റ്റ് തിന്നുന്നാണ് ഒരാൾ പറയുന്നത് അല്ലേ. പിന്നെന്താ പറയുന്നത്? ഇറ്റ് വിൽ ബി ഡിലീഷ്യസ്, നല്ല ഡിലീഷ്യസ് നല്ല ടേസ്റ്റി ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. ഒരാൾ മോം ഐ വാണ്ട് ദിസ്, അമ്മ ഇത് എനിക്ക് വേണം എന്ന് പറയുന്നത് അല്ലേ. മോം യു ആർ മേക്കിംഗ് മൈ ഫേവറേറ്റ് ഡിഷ്, അമ്മ നിങ്ങൾ ഉണ്ടാക്കുന്നത് എനിക്ക് ഫേവറേറ്റുള്ള ഡിഷാണെന്നാണ് ഒരാൾ പറയുന്നത് അല്ലേ. ഇറ്റ് ലുക്സ് സോ ക്രിസ്പി, ഇതെന്താണ് കാണാൻ നല്ല ക്രിസ്പി ആണെന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. ഓക്കെ, ഓൾ ഓഫ് സഡൻ ദ പാൻ കേക്ക് ജംപ്ഡ് ഔട്ട് ഓഫ് ദ പാൻ. എല്ലാത്തിനും പുറമെ എന്തായി, ഈ പാൻ കേക്ക് എന്താക്കി, ആ പാനിൽ നിന്നോട് ചാടി. ഹോ ദ പാൻ കേക്ക് ജംപ്ഡ് ഔട്ട്, ക്യാച്ച് ഇറ്റ്, ആ പാൻ കേക്ക് ചാടിപ്പോയി, അതിനെ പിടിക്കുകയെന്ന് പറയുകയാണല്ലേ. സ്റ്റോപ്പ് ദർ, അവിടെ നിൽക്കുകയെന്ന് പറയുകയാണല്ലേ. ഓക്കെ, ഇറ്റ് വിൽ ബി ഐ വിൽ ക്യാച്ച് ഇറ്റ്, ഓക്കെ ഞാൻ ക്യാച്ച് ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് ഓരോരുത്തരും അല്ലേ. ഓക്കെ, അപ്പോൾ ഹെൽപ്പ്, അപ്പോൾ പാൻ കേക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണല്ലേ. ഹെൽപ്പ് രക്ഷിക്കൂ എന്ന് പറയുകയാണ് അല്ലേ. സ്റ്റോപ്പ് ദർ, വൈ ആർ യു റണ്ണിങ്, അവിടെ നിൽക്ക്, നീ എന്തിനാ ഇങ്ങനെ ഓടുന്നതെന്ന് ചോദിക്കുകയാണല്ലേ. ദ 7 children, their father and mother are following me. 7 കുട്ടികളുടെ അവളെ അമ്മയും അച്ഛനും എന്താണ് എന്നെ ഫോളോ ചെയ്യാന്ന് പറയുന്നുണ്ട് അല്ലേ. ഈ പാൻ കേക്ക്, ദ പാൻ കേക്ക് റാൻ ആസ് ഫാസ്റ്റ് ആസ് ഇറ്റ് കുഡ് അല്ലേ. നമ്മൾ പഠിച്ചില്ലേ, ആസ് ഫാസ്റ്റ് ആസ്, നേരത്തെ പഠിച്ചില്ലായിരുന്നു ആസ് അതുപോലെ അല്ലേ. എന്താണ് അവനെ കൊണ്ട് കഴിയുന്ന ഇതിലെന്താക്കി, അവന് ഓടാൻ തുടങ്ങി അല്ലേ പാൻ കേക്ക്. ദ 7 children, their father, mother and pet dog followed it അല്ലേ. അപ്പോൾ എന്താണ് ഈ 7 കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും അതുപോലെ ഈ പെറ്റ് ഡോഗ് എന്താക്കി, ഈ പാൻ കേക്കിനെ ഫോളോ ചെയ്തു. ഹേ വൈ ആർ യു റണ്ണിങ്, നീ എന്തിനാ ഓടുന്നതെന്ന് ഈ ക്യാറ്റ് ചോദിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താണ് ഈ പാൻ കേക്ക് പറയുന്നത്? ദ 7 children, their father, mother and pet dog are following me. 7 കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും പെറ്റ് ഡോഗ് എന്താണ് എന്നെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞില്ലേ, എന്നെ പിന്തുടരുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ. സ്റ്റോപ്പ് ദർ, അവിടെ നിൽക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ.
ദ പാൻ കേക്ക് റാൻ ആസ് ഫാസ്റ്റ് ആസ് ഇറ്റ് കുഡ്. അതിന് ഓടാൻ കഴിയുന്നിടത്തോളം ഈ പാൻ കേക്ക് ഓടുകയാണ് അല്ലേ. ദ 7 ചിൽഡ്രൻ ദെയർ ഫാദർ മദർ പെറ്റ് ഡോഗ് ആൻഡ് ക്യാറ്റ് ഫോളോഡ് ഇല്ലേ. അപ്പോൾ 7 കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും പെറ്റ് ഡോഗും ക്യാറ്റും എന്താണ് ഈ പാൻ കേക്കിനെ ഫോളോ ചെയ്യുകയാണ് അല്ലേ. ഹലോ ഫ്രണ്ട് വാട്ട് ഹാപ്പൻ. അപ്പോൾ ഗോട്ട് കണ്ടില്ലേ. അപ്പോൾ ഗോട്ട് ചോദിക്കുകയാണല്ലേ, ഹലോ ഫ്രണ്ട് വാട്ട് ഹാപ്പൻ, എന്താ പറ്റിയെന്ന് ചോദിച്ചു അല്ലേ. എന്താ സംഭവിച്ചത്? ദ 7 ചിൽഡ്രൻ ദെയർ മദർ ഫാദർ പെറ്റ് ഡോഗ് ആൻഡ് ക്യാറ്റ് ആർ ഗോയിങ് ടു ഈറ്റ് മീ. എന്താണ് ഈ 7 കുട്ടികളുടെ അവരുടെ അച്ഛനും അമ്മയും പെറ്റ് ഡോഗും ക്യാറ്റൊക്കെ എന്താണ് എന്നെ തിന്നാൻ പോവുകയാണെന്ന് ഈ പാൻ കേക്ക് പറഞ്ഞു അല്ലേ. സ്റ്റോപ്പ് ദർ എന്ന് പറഞ്ഞാൽ അവർ വയ്യാറുണ്ട് അല്ലേ. ദ പാൻ കേക്ക് റാൻ ആസ് ഫാസ്റ്റ് ആസ് ഇറ്റ് കുഡ്. അതിനെ കൊണ്ട് കഴിയുന്നിടത്തോളം സ്പീഡിൽ ഓടുകയാണ് അല്ലേ. ഓക്കെ ഓക്കെ. അപ്പോൾ എന്താണ് ഈ പാൻ കേക്ക് ഭയങ്കര സ്പീഡിൽ ഓടുകയാണല്ലേ. ദ 7 ചിൽഡ്രൻ ദെയർ ഫാദർ മദർ പെറ്റ് ഡോഗ് ക്യാറ്റ് ആൻഡ് ഗോഡ് ഫോളോഡ് ഇല്ല. അങ്ങനെ ഈ ഗോട്ടും ക്യാറ്റും പെറ്റ് ഡോഗും മദറും ഫാദറും ഈ 7 കുട്ടികളൊക്കെ എന്താണ് ഈ പാൻ കേക്കിനെ ഫോളോ ചെയ്തു അല്ലേ. ഇനിയിപ്പോൾ വഴിയിൽ ആരെ കണ്ടത് നോക്കിയേ. അവിടെ കണ്ടിരിക്കുന്നത് നമ്മളെ ഫോക്സ് ആണ് അല്ലേ. അപ്പോൾ എന്താ ചോദിക്കുന്നത്, വൈ ആർ യു റണ്ണിങ്, നീ എന്താ ഓടുന്നതെന്ന് ചോദിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ പാൻ കേക്ക് എന്താ പറയുന്നത്, ദ 7 ചിൽഡ്രൻ ദെയർ ഫാദർ മദർ പെറ്റ് ഡോഗ് ക്യാറ്റ് ആൻഡ് ഗോട്ട് ആർ ഗോയിങ് ടു ക്യാച്ച് മീ. ആരൊക്കെയാണ് ഈ 7 ചിൽഡ്രനും അവരുടെ അച്ഛനും അമ്മയും പെറ്റ് ഡോഗും ക്യാറ്റും ഗോട്ടൊക്കെ എന്താണ് എന്നെ പിടിക്കാൻ വേണ്ടി ഓടുകയാണ് അവരൊക്കെ അല്ലേ. ക്യാൻ യു ഗീവ് മി എ പ്ലേസ് ടു ഹൈഡ് ഇൻ, എനിക്കൊരു സ്ഥലം തരുമോ, ഒളിച്ചിക്കാനുള്ള ഒരു സ്ഥലം തരുമോ എന്ന് ഈ പാൻ കേക്ക് ഈ ഫോക്സിനോട് ചോദിച്ചില്ലേ. അപ്പോൾ എന്താണ് അവനെന്താക്കി, അവൻ അപ്പം തന്നെ അങ്ങോട്ട് തിന്നില്ലേ. അപ്പോൾ എന്താണ് വിളിച്ചിക്കാനുള്ള നല്ല സ്ഥലമായില്ലേ. യമ്മി യമ്മി അല്ലേ. ഓ ഇറ്റ്സ് ഗോൺ, അത് പോയി എന്ന് പറയാനല്ലേ അവരെല്ലാവരും. അത് ഫോക്സ് എന്താക്കി കഴിച്ചു. ഓക്കെ, സ്റ്റോറി ഇഷ്ടമായോ നോക്കൂ. പിക്ചർ സ്റ്റോറി കാർഡാണ്. ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ബിലോ, റൈറ്റ് ദ ഇവൻറ്റ്സ് റിലേറ്റഡ് ടു ഈച്ച് പിക്ചർ, ഗിവ് എ സൂട്ടബിൾ ടൈറ്റിൽ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ചിത്രം നോക്കുക, എന്നിട്ട് എന്താക്കുക ഓരോ ഇവൻറ്റ്സ് ചിത്രത്തിന് ഈ പിക്ചറിന് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ ഈവൻറ്റ്സും സംഭവങ്ങളും നിങ്ങളവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സൂട്ടബിൾ ആയിട്ടുള്ളൊരു ടൈറ്റിലും കൊടുക്കണം. ചിത്രം എന്താണെന്ന് നോക്കിയാൽ ഇവിടെ ഒരു അമ്മ ചോറിൽ പാത്രത്തിലാക്കുന്നുണ്ട്, അവൻ സ്കൂൾക്ക് പോവുകയാണ്. അപ്പോൾ ഒരു കുട്ടി വിശന്ന് കരയുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ കുട്ടിക്ക് ടിഫിൻ കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ആ കുട്ടിക്ക് ടിഫിൻ കൊടുത്ത കുട്ടി ഭക്ഷണം കഴിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇവന് അമ്മേനോട് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ. അങ്ങനെ പിന്നെ എന്താണ് ആ കുട്ടീനെയും കൊണ്ടിട്ട് വീട്ടിലേക്ക് വന്ന് അവിടുന്ന് ഭക്ഷണം അമ്മ കൊടുക്കുന്നുണ്ട് അല്ലേ. ഇതാണ് സ്റ്റോറി അല്ലേ. അപ്പോൾ നമുക്ക് ഇതിന് പറ്റിയൊരു ഹെഡിങ് ഒന്ന് പറഞ്ഞു നോക്കിയാൽ, ആദ്യം ഒരു ടൈറ്റിൽ പറയാൻ പറ്റുമോ? ഗുഡ് ബോയ് എന്ന് പറയാം അല്ലേ. പിന്നെയോ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? വിനു വാസ് ഗെറ്റിംഗ് റെഡി ഫോർ സ്കൂളിൽ പോകാൻ വേണ്ടി വിനു റെഡി ആവുകയാണ് അല്ലേ. ഹിസ് മദർ വാസ് പാക്കിംഗ് ഹിസ് ഫേവറേറ്റ് ഫുഡ് ടു ഹിസ് ലഞ്ച് ബോക്സ്. അവൻ്റെ അമ്മ അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ലഞ്ച് ബോക്സിലേക്ക് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിനു സ്കൂൾക്ക് പോകാൻ റെഡി ആവുകയാണ് അല്ലേ. ദെൻ നെക്സ്റ്റ് വിനു ഈസ് ഗോയിങ് ടു സ്കൂൾ അല്ലേ. ഹി ടേക്സ് ദാറ്റ് ഫുഡ് ആൻഡ് ഗോസ് ടു സ്കൂൾ ഹാപ്പിലി അല്ലേ. അവൻ ഫുഡ് എടുത്തിട്ട് സ്കൂൾക്ക് സന്തോഷത്തിൽ സ്കൂൾക്ക് പോവുകയാണ് അല്ലേ. ഫുഡ് എടുത്ത് സ്കൂളിൽ പോകുന്നു. ഇനി നെക്സ്റ്റ്, ഓൺ ദ വേ ഹി സോ ആൻ ഓൾഡ് മാൻ ആൻഡ് ഹിസ് ഡോട്ടർ. പോകുന്ന വഴി അവൻ ഒരു ഓൾഡ് മാനെ അവരുടെ മകളെയും കണ്ടു അല്ലേ. ദേ വർ സിറ്റിംഗ് അണ്ടർ എ ട്രീ. അവർ മരത്തിൻ്റെ അടിയിൽ ഇരിക്കുകയാണ് അല്ലേ. ദ ഗേൾ വാസ് ക്രൈയിങ് ഫോർ ഫുഡ്. ഗേൾ വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കരയാണ് അല്ലേ, ഫുഡിന് വേണ്ടി കരയാ. ഷീ ലുക്സ് വെരി ഹംഗ്രി ആൻഡ് ടയേർഡ് അല്ലേ. ഷീ ലുക്സ് വെരി ഹംഗ്രി, HUNGRY, ഹംഗ്രി ആൻഡ് ടയേർഡ്, TIRED അല്ലേ. അവള് ഹംഗ്രി ആയിട്ടും ടയേർഡായിട്ടും കാണപ്പെട്ടു. ഇനി വിനു ഗേവ് ഹിസ് ടിഫിൻ ബോക്സ് ടു ദാറ്റ് ഗേൾ. വിനു ആ ടിഫിൻ ബോക്സ് ആ ഗേളിന് കൊടുത്തു അല്ലേ. ദ ഗേൾ സ്മൈൽഡ് ആൻഡ് താങ്ക്ഡ് ഹിം. അപ്പോൾ ഗേൾ പുഞ്ചിരിച്ചു അല്ലേ, എന്നിട്ട് അവന് നന്ദി പറഞ്ഞു. ഷീ റാൻ ടു ഹെർ ഫാദർ. അവൾ അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിയെന്നല്ലേ. ആൻഡ് ഷെയർഡ് ദ ഫുഡ് വിത്ത് ഹിം. അദ്ദേഹമായിട്ട് ഷെയർ ചെയ്തു ഫുഡ് അല്ലേ. ഹെർ ഫാദർ വാസ് ഓൾസോ വെരി ഹാപ്പി. അവളുടെ അച്ഛനും ഭയങ്കര സന്തോഷമായി അല്ലേ. വെൻ ഹി റിട്ടേൺ ഹോമിലേക്ക് തിരിച്ചെത്തി അല്ലേ. വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഹി ടോൾഡ് ഹിസ് മദർ എവറിത്തിങ്. അവൻ്റെ അമ്മേനോട് അവന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഹിസ് മദർ ഫെൽറ്റ് പ്രൗഡ് ഓഫ് ഹിം ആൻഡ് ടോൾഡ് ഹിം ടു ഇൻവൈറ്റ് ദം ടു അവർ ഹോം. അപ്പോൾ അവൻ്റെ അമ്മ ഭയങ്കര അഭിമാനം കൊണ്ടു അല്ലേ അവൻ മകൻ കാരണം അല്ലേ. എന്നിട്ട് അവനോട് പറഞ്ഞ് അവരെ നീ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അല്ലേ. ദ നെക്സ്റ്റ് ഡേ വിനു ഇൻവൈറ്റഡ് ദാറ്റ് ഫാദർ ആൻഡ് ഡോട്ടർ ടു ഹിസ് ഹോം. അടുത്ത ദിവസം വിനു ഫാദറിനെയും അവരുടെ മകളെയും അവൻ്റെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു അല്ലേ, ഇൻവൈറ്റ് ചെയ്തു. വിനുസ് ഫാദർ ആൻഡ് മദർ വെൽക്കം ദം ഹാപ്പിലി ആൻഡ് സെർവ് ഡിലീഷ്യസ് ഫുഡ് അല്ലേ. വിനുവിൻ്റെ അമ്മയും അച്ഛനും അവരെ
സന്തോഷമായിട്ട് എന്താക്കി അവരെ സ്വീകരിച്ചിട്ട് എന്താക്കി അവർക്ക് നല്ല ഫുഡ് വിളമ്പി കൊടുത്തു അല്ലേ. ഇനി ഇതിനൊരു ഹെഡിങ് വേണ്ടേ നമുക്ക്? എന്താ ഹെഡിങ്? നമുക്ക് വേണമെങ്കിൽ ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന് എഴുതാം അല്ലേ, അല്ലെങ്കിലോ വിനൂസ് കൈൻഡ്നെസ് എന്ന് കൊടുക്കുക. നിങ്ങൾ ഇഷ്ടമുള്ള എഴുതാം കേട്ടോ. ഹെഡിങ് നിർബന്ധമായിട്ട് എഴുതുക. വിനൂസ് കൈൻഡ്നെസ് എന്ന് എഴുതാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന് എഴുതുക, അല്ലെങ്കിൽ ഗുഡ് ബോയ് എന്ന് എഴുതുക അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞില്ല, യൂണിറ്റ് 4 ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഈ സ്റ്റോറിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? അപ്പോൾ നിങ്ങളിങ്ങനെ ഓരോ ഇവൻറ്റ്സുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി എഴുതിയിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത യൂണിറ്റ് ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. ഓക്കെ, താങ്ക് യു.